നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന സംഘടനയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി രംഗത്ത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഹിന്ദു ഐക്യവേദി പരാതി നൽകി. ജിഹാദി തീവ്രവാദ മാവോയിസ്റ്റ് സംഘടനകളിൽ ഉൾപ്പെട്ടവരാണ് പുതിയ സംഘടനയിലുള്ളതെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ പരാതി. മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ പുതുതായി സംഘടനാ പ്രഖ്യാപനം നടത്താനിരിക്കുന്ന NCHDR-നെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ഹിന്ദു ഐക്യവേദി. 2022 പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിരോധിച്ച അവരുടെ നിഴൽ സംഘടനയായ NCHRO എന്ന നിരോധിത സംഘടനയിലെ നേതാക്കളാണ് പുതിയ സംഘടനയിലെന്നാണ് ഹിന്ദു ഐക്യവേദി നൽകിയ പരാതി. സംഘാടകർ തന്നെ പറയുന്നത് ഇത് താൽക്കാലികമായി നീട്ടിവെക്കുന്നു എന്നുള്ളതാണ്. അതായത് മത ഭീകര പ്രവർത്തനം തുടരാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ സൂചന. പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിരോധിക്കപ്പെട്ട സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് പുതിയ മനുഷ്യാവകാശ സംഘടനയുടെയും അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ആസൂത്രിതമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കപ്പെട്ട മതഭീകര സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ജിഹാദി തീവ്രവാദ മാവോയിസ്റ്റ് സംഘടനകളിൽ ഉൾപ്പെട്ടവരാണ് പുതിയ സംഘടനയുടെ തലപ്പത്തെന്നും ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടി. സംഘടനയെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം. NCHDR എന്ന സംഘടന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് നിയമസഹായം നൽകുന്നു എന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. ജനം, കോഴിക്കോട്.